Good morning all. Right issue in the second session like one. ആദ്യം തന്നെ നമ്മൾക്ക് റൈറ്റ് ഇഷ്യൂ എന്ന് നോക്കാം. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇഷ്യൂ ഓഫ് റൈറ്റ്സ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നു. അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ റൈറ്റ്സ് എന്ന് പറയുന്നത്? റൈറ്റ്സിൻ്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ അവകാശം. എന്ത് അവകാശമാണ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്? അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനീസ് ആക്ട് 2013 പോകണം. അവിടെ സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എ ഇതാണ് റൈറ്റ് ഇഷ്യൂവിനെ ഗവേൺ ചെയ്യുന്ന സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എ. അതിലെന്താ പറഞ്ഞേക്കുന്നത്? ഒരു കമ്പനി, ബീറ്റ് എ പ്രൈവറ്റ് കമ്പനി ഒരു പബ്ലിക് കമ്പനി, ഫണ്ട് റേസ് ചെയ്യുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണം ആ ഷെയർ ഓഫർ ചെയ്യാൻ. അതാണ് അവരുടെ റൈറ്റ്. ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത്. അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇതെന്തിനാണ് ഈ സെക്ഷൻ കമ്പനീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ത് ഇൻട്രസ്റ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലൂടെ? അതായത് പുതിയ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനല്ലാതെ ഔട്ട്സൈഡേഴ്സിനാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ് അല്ലെങ്കിൽ ഗവേണൻസ് റൈറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് പെർസെൻറ്റേജ് എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യും. അതെങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അങ്ങനെ അവരുടെ ഓണർഷിപ്പ് ഡൈല്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ കമ്പനീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞേക്കുന്നത് എന്താ? റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ എപ്പോഴും റൈറ്റ് ഷെയർസിൻ്റെ പ്രൈസ് കറൻറ്റ് അല്ലെങ്കിൽ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസിനേക്കാളും ലോവർ ആയിരിക്കണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലേ? അതായത് പ്രിവെയിലിംഗ് മാർക്കറ്റ് റേറ്റിനേക്കാളും ലോവർ ആയിരിക്കും എന്ത്? റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസ്. ഒരു അവകാശമാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? അവകാശം ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അവകാശം ഇഷ്യൂ ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് 3 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൈറ്റ് എക്സസൈസ് ചെയ്യാം, അതായത് ആ റൈറ്റ് അല്ലെങ്കിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിനൗൺസ് ചെയ്യാം. ആ ഓഫർ അല്ലെങ്കിൽ ആ റൈറ്റ് റിനൗൺസ് ചെയ്യാം. എന്താ റിനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിക്ക് ആ റൈറ്റ് അല്ലെങ്കിൽ ആ അവകാശം ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്റൈറ്റ് റിജക്ഷൻ, അതായത് എനിക്ക് ആ ഓഫർ വേണ്ട, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഷെയർസ് വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറയാം. അതായത് 3 ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ്, ആ റൈറ്റ് എക്സസൈസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ റിനൗൺസ് ചെയ്യാം, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ റൈറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്റൈറ്റ് റിജക്ഷൻ, റിജക്റ്റ് ചെയ്യാം, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്, നിങ്ങൾ വേറെ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു എന്ന് പറയാം. ഇതാണ് ഷെയർ ഹോൾഡർ അല്ലാതെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചുള്ള 3 ഓപ്ഷൻസ് റൈറ്റ് ഇഷ്യൂവിനെ സംബന്ധിച്ച്. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഒരു കമ്പനി ഉണ്ട്, കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുകയാണ്. എത്ര ഷെയർസാണ്? 10,000 ഷെയർസിൻ്റെ റൈറ്റ് ഇഷ്യൂ നടത്താൻ പോവുകയാണ്. അതായത് ആ കമ്പനിക്ക് ഓൾറെഡി 1 lakh ഷെയർസ് ഉണ്ട്, 10,000 ഷെയർസിൻ്റെ റൈറ്റ് ഇഷ്യൂ നടത്താൻ പോവാണ്. റൈറ്റ് ഇഷ്യൂ നടത്തുന്ന ആർക്ക്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലേ? അപ്പോൾ 1 lakh ഷെയർസ് ഓൾറെഡി കമ്പനിയുടെ കയ്യിലുണ്ട്, 10,000ൻ്റെ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ 10,000ൻ്റെ റൈറ്റ് ഇഷ്യൂ നടത്താൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ എപ്പോഴും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്രൊപ്പോർഷനേറ്റ് റേറ്റിലായിരിക്കും. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ ബേസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കും ഷെയർസ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ 1 lakh ഷെയർസിന് 10,000 ഷെയർസ് റൈറ്റ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 lakh ഷെയർസിന് 10,000 റൈറ്റ് ഷെയർസ്. അതായത് ഒരു ഷെയർ ഒരു റൈറ്റ് ഷെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര എക്സിസ്റ്റിംഗ് ഷെയർസ് വേണം? 1 lakh ഡിവൈഡഡ് ബൈ 10,000 അല്ലേ? അതായത് ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു റൈറ്റ് ഷെയർ കിട്ടും. ഇവിടെ 1 lakh ഷെയർ ഉള്ള ഒരാൾക്ക് 10,000 കിട്ടും. കമ്പനിയുടെ മൊത്തം ഷെയറാണ് ഇവിടെ 1 lakh എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം നോക്കാം. കമ്പനിയിൽ 1 lakh ഷെയർസ് ടോട്ടൽ ഉണ്ട്, അതിൽ എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് 1000 ഷെയർസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് അയാൾക്ക് കിട്ടേണ്ട റൈറ്റ് ഷെയർ അല്ലെങ്കിൽ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള റൈറ്റ് ഷെയർ? 1000 × 1/10 അല്ലേ? 10 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ 1000 × 1/10 എത്ര ഷെയർ? 100 ഷെയർസ് ആണ് അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് അല്ലേ? അയാൾക്ക് വേണമെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. ഇനി എക്സിൻ്റെ ഓണർഷിപ്പ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? 1000 ഷെയർസ് ഉണ്ടായിരുന്നു. എപ്പോൾ? കമ്പനിയിൽ 1 lakh ഷെയർസ് ഓൾറെഡി ഉണ്ടായിരുന്നപ്പോൾ എക്സിൻ്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 1000 ഷെയർസ്. അപ്പോൾ ഓണർഷിപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 1 lakh. അപ്പോൾ 1%, അതായത് കമ്പനിയുടെ 1% ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? എക്സിൻ്റെ കയ്യിലാണ് അല്ലേ? ഇനി റൈറ്റ് ഇഷ്യൂ വന്നപ്പോൾ എക്സിന് എത്ര എലിജിബിൾ റൈറ്റ് ഷെയർസ്? 100 അല്ലേ? 100 വരുമ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണ്?
എക്സിൻ്റെ 1000 ഷെയർസ് എന്നുള്ളത് 1100 ഷെയർസ് ആവും അല്ലേ. കമ്പനിയുടെ കേസ് വരുമ്പോൾ 1 lakh എന്നുള്ളത് 1,10,000 ആവും. അപ്പോൾ ഓണർഷിപ്പ് പെർസെൻറ്റേജിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 1100 ഡിവൈഡഡ് ബൈ 1,10,000. ഓണർഷിപ്പ് പെർസെൻറ്റേജ് എക്സിൻ്റെ എത്ര തന്നെയാണ്? 1% ആണ് അല്ലേ. അപ്പോൾ ഓണർഷിപ്പ് ഡൈല്യൂട്ട് ആവുന്നില്ല, ചുരുങ്ങുന്നില്ല. അതേസമയം സപ്പോസ് എക്സ് ഡിക്ലൈൻ ചെയ്യുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ആദ്യം തന്നെ ഒരു ഔട്ട്സൈഡർക്കാണ് ഷെയർ ഓഫർ ചെയ്തത്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനല്ല ഔട്ട്സൈഡേഴ്സിനാണ് ഓഫർ ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിൻ്റെ കയ്യിൽ അവിടെ 1000 വരും, കമ്പനിയുടെ ക്യാപിറ്റൽ എത്രയാവും? 1,10,000 അല്ലേ. അപ്പോൾ എക്സിൻ്റെ ഓണർഷിപ്പ് ഡൈല്യൂട്ട് ആവും. എങ്ങനെയാണ്? എക്സിൻ്റെ കയ്യിൽ ഇപ്പോഴും 1000 ഉള്ളൂ, 1,10,000 ഷെയർസ് ആണ് കമ്പനിയുടെ ടോട്ടൽ വരിക. 10,000 ഔട്ട്സൈഡേഴ്സിനാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ ഓണർഷിപ്പ് പെർസെൻറ്റേജ് എങ്ങനെ വരും? 1000 ഡിവൈഡഡ് ബൈ 1,10,000, അതായത് 0.9% വരും. അതായത് 1% നിന്ന് 0.9% ആയി അല്ലേ, കുറഞ്ഞു. ഓണർഷിപ്പ് പെർസെൻറ്റേജ് കുറഞ്ഞു, ഡൈല്യൂട്ടായി. അപ്പോൾ വോട്ടിംഗ് റൈറ്റ്സും അതുപോലെ തന്നെ കുറഞ്ഞു അല്ലേ, ഡൈല്യൂട്ടായി. ഈ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എ, അതായത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ എക്സിൻ്റെ കാര്യത്തിൽ എക്സിന് അത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 100 ഷെയർസ് കിട്ടും അല്ലേ. 100 ഷെയർസ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനൗൺസ് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ആൾക്ക് വേറെ ആർക്കെങ്കിലും അവകാശം ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? എക്സിന് മാർക്കറ്റ് പ്രൈസിലും കുറഞ്ഞ റേറ്റിന് കിട്ടും, എക്സ് മൂന്നാമത്തെ ഒരാൾക്ക് കൊടുക്കും, അതിനൊരു ചെറിയ പ്രോഫിറ്റും കൂടി ഈടാക്കും. അപ്പോഴും എക്സിന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക? വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുക അല്ലേ. ഇനി നമുക്കിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക. റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് പറ്റും? 100 ഷെയർസ് ഔട്ട്സൈഡേഴ്സിന് തന്നെ പോകും അല്ലേ. ഇനി ഇവിടെ വൈ എന്ന് പറയുന്ന ഒരാൾക്ക് എക്സ് ഓണർഷിപ്പ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂവിൻ്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ റിനൗൺസ് ചെയ്തു എന്ന് വെച്ചോ. 100 ഷെയർസ് അപ്പോൾ ആർക്ക് കിട്ടും? വൈക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഓണർഷിപ്പ് എക്സിനല്ല, എക്സിൻ്റെ ഓണർഷിപ്പ് അപ്പോൾ അവിടെ ഡൈല്യൂട്ടായി. എക്സിന് കിട്ടേണ്ട 100 ഷെയർ ആർക്ക് പോയി? വൈക്ക് പോയി. അതായത് എക്സ് എന്ത് ചെയ്തു? എക്സിന് കിട്ടേണ്ട 100 ഷെയർ വൈക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ ഒരു ചെറിയ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്രോഫിറ്റും കൂടി ചേർത്തിട്ടായിരിക്കും വൈക്ക് കൊടുത്തേക്കുന്നത് അല്ലേ. ഇതിനാണ് നമ്മൾ റിനൗൺസ് ചെയ്യുക എന്ന് പറയുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് മൊത്തം ഷെയർസും ഔട്ട്റൈറ്റ് റിജക്റ്റ് ചെയ്യാം. എനിക്ക് ആ 100 ഷെയർസും വേണ്ട, ഞാൻ റിനൗൺസും ചെയ്യുന്നില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? കമ്പനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാം. ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് വഴി നോക്കാം. ഇനി സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എ, ഇതാണ് എന്ത് ഗവേൺ ചെയ്യുന്ന? റൈറ്റ് ഇഷ്യൂവിനെ ഗവേൺ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കണ്ടീഷൻസ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഷെയർസ് എപ്പോഴും ഓഫർ ചെയ്യേണ്ടത് ത്രൂ എ ലെറ്റർ ആയിരിക്കണം. ഒരു ലെറ്റർ മുഖാന്തരമായിരിക്കണം റൈറ്റ് ഷെയർസ് ഓഫർ ചെയ്യേണ്ടത്. ആ ലെറ്ററിൽ കൊടുക്കേണ്ട കണ്ടീഷൻസിനെ പറ്റിയും സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ പറയുന്നുണ്ട്. എന്താണ് ആ ലെറ്റർ ഓഫ് ഓഫറിൽ എത്ര ഷെയർസിനാണ് ആ ഷെയർ ഹോൾഡർ, ഒരു പെർട്ടിക്കുലർ ഷെയർ ഹോൾഡർ എലിജിബിൾ അല്ലെങ്കിൽ അങ്ങനെ റൈറ്റ് എത്രയാണെന്ന് അതിൽ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ. ഇത്ര ഷെയർസിനാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളത് എന്ന് ക്ലിയർ ആയിട്ട് പറയണം. രണ്ടാമത് അത് അക്സെപ്റ്റ് ചെയ്യണോ, റിനൗൺസ് ചെയ്യണോ, ഡിക്ലൈൻ ചെയ്യണോ എന്ന് ചിന്തിക്കാനൊരു സമയം കൊടുക്കണം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക്. റൈറ്റ് ഇഷ്യൂ കൊടുത്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ അവകാശം മാത്രം കൊടുത്താൽ പോരാ, അതിന് അക്സെപ്റ്റ് ചെയ്യണോ, ഡിക്ലൈൻ ചെയ്യണോ, അത് മൂന്നാമതൊരാൾക്ക് കൊടുക്കണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈമും കൂടി കൊടുക്കണം. അതും സെക്ഷൻ 62 പറയുന്നുണ്ട്. ആ ടൈം ലിമിറ്റ് എത്രയാണ്? മിനിമം 15 days, അതായത് 15 days താഴാൻ പാടില്ല. 15 days എങ്കിലും ചിന്തിക്കാനുള്ള സമയം കൊടുത്തിരിക്കണം. പക്ഷേ 30 ദിവസത്തിന് കൂടാനും പാടില്ല. നോട്ട് ലെസ് ദാൻ 15 days ആൻഡ് നോട്ട് എക്സീഡിങ് 30 days. ഇനി 30 days കഴിഞ്ഞിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഒരു തീരുമാനത്തിലെത്തിയില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞില്ല, റിനൗൺസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞില്ല, റിജക്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ കമ്പനിക്കത്, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനത് ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. പക്ഷേ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡിസഡ്വാൻറ്റേജസ് ആവാൻ പാടില്ല. ഇതാണ് സെക്ഷൻ 62 എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി കമ്പനി റിനൗൺസ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഷെയർസ് റിനൗൺസ് ചെയ്യാമെന്നും പറഞ്ഞു. റിനൗൺസ് ചെയ്യുന്നതിൻ്റെ റൈറ്റും കൂടി ആ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് റിനൗൺസ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശവും ഉണ്ടെന്ന് ആ ലെറ്ററിൽ മെൻഷൻ ചെയ്യണം. ഇങ്ങനെ ലെറ്ററിൽ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ റിനൗൺസ് ചെയ്യാനുള്ള റൈറ്റ് പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ
റിനൗൺസ് ചെയ്യാനുള്ള റൈറ്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് മൂന്നാമതൊരാൾക്ക് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ റൈറ്റ് റിനൗൺസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. റൈറ്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ അതെന്താ മീൻ ചെയ്യുന്നത്? അണ്ടർസ്റ്റുഡ് ആണ്, റിനൗൺസ് ചെയ്യാനുള്ള റൈറ്റ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന 30 ദിവസം കഴിഞ്ഞിട്ടും, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 30 ദിവസം കഴിഞ്ഞിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അത് അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്തില്ല, അല്ലെങ്കിൽ റിനൗൺസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? കമ്പനിക്ക് അത് ഡിക്ലൈൻ ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആ ഓഫർ ഡിക്ലൈൻ ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം, അത് വേണ്ട വിധത്തിൽ ഡിസ്പോസ് ചെയ്യാം. ഇനി ഈ പറയുന്ന റൈറ്റ് ഇഷ്യൂവിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ ലോയ്ക്കും ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എയ്ക്കും ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണം ഷെയർ ഓഫർ ചെയ്യാൻ, ഔട്ട്സൈഡേഴ്സിന് പാടില്ല. പക്ഷേ ചില എക്സെപ്ഷൻസ്, അതായത് ചില കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യണമെന്നില്ല. അത് ഏതൊക്കെ സിറ്റുവേഷനാണ്? ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, ESOS അല്ലെങ്കിൽ ESOP എന്ന് പറയാം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ഇതുവഴി എംപ്ലോയീസിന് ഷെയർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണ്ട? ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ചോദിക്കണ്ട. ESOS അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഒരു ബോണസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിന് ഒരു എന്താ പറയുക റിവാർഡായിട്ടോ കൊടുക്കുന്നതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ ഷെയർസ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡർ തന്നെയാണ് അല്ലേ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, ഞങ്ങളിങ്ങനെ ഷെയർ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ മേടിക്കുന്നുണ്ടോ എന്ന്. അത് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു കമ്പനി അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതർ ദാൻ ക്യാഷ് എന്ത് ചെയ്യും? ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഷെയർസ് ഇഷ്യൂ ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്യണ്ട? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കേണ്ട. അതായത് നിങ്ങൾ മേടിക്കുമോ, അതായത് നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്ന പല വിധമുണ്ട്. അതിലൊരു വിധമാണ് ഡിബഞ്ചർ, രണ്ടാമത്തെ വിധം ലോൺ അല്ലേ, നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ അതും പഠിച്ചു. അപ്പോൾ ഡിബഞ്ചറും ലോണും ഒക്കെ ഒരു പീരീഡ് കഴിഞ്ഞാൽ റീപേ ചെയ്യണം. അപ്പോൾ റീപേ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കാം. അത് ഒബ്ലിഗേഷൻ അല്ല, ഒരു കണ്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഷെയർസ്, അതായത് റീപേമെൻറ്റ് ക്യാഷ് ആയിട്ട് സ്വീകരിക്കുന്നതിന് പകരം ഇക്വിറ്റി ഷെയർസ്, കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് സ്വീകരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്യാം? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കമ്പനിക്ക് ചോദിക്കാതെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനോ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. നാലാമത്തെ സിറ്റുവേഷൻ, ഒരു ലോൺ മേടിച്ചിട്ടുണ്ട് കമ്പനി, പക്ഷേ ഗവൺമെൻറ് പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ അടുത്ത് പറയാണ് ലോൺ അല്ലെങ്കിൽ ഡിബഞ്ചർ എന്ത് ചെയ്യണം? ഷുഡ് ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഷെയർസ്. ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയാലും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അടുത്ത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് വേണ്ട? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കമ്പനി ചോദിക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇതാണ് 4 സിറ്റുവേഷൻ. അതായത് സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ക്ലോസ് എയ്ക്ക് എക്സെപ്ഷൻസ് ആയിട്ടുള്ള 4 സിറ്റുവേഷൻ. ഇനി അടുത്തൊരു കീ ടേം നിങ്ങൾ പഠിക്കേണ്ടതാണ് വാല്യൂ ഓഫ് റൈറ്റ്. വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? മോണിറ്ററി ബെനിഫിറ്റ് ഡ്യൂ ടു റൈറ്റ് ഇഷ്യൂ അല്ലേ. റൈറ്റ് ഇഷ്യൂ നടത്തുന്നതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ്, അതിനെയാണ് എന്ത് പറയുക? വാല്യൂ ഓഫ് റൈറ്റ്. വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാൻ 2 ഫോർമുലയുണ്ട്. ആദ്യത്തെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to M minus T. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റൈറ്റ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കൽ പ്രൈസ്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസിന് വേറൊരു പേരും കൂടി പറയാം, ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ. അപ്പോൾ ആദ്യത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ V is equal to M minus T. ഇനി ആവറേജ് പ്രൈസ് കാണാൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്, ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ്, അതായത് മൊത്തം ഷെയർസിൻ്റെ വാല്യൂ, അതായത് പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻക്ലൂഡിങ് റൈറ്റ് ഷെയർസ്. കമ്പനിയുടെ ടോട്ടൽ ഷെയർസ് കൊണ്ട് ടോട്ടൽ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് കിട്ടും. രണ്ടാമത്തെ ഫോർമുല വാല്യൂ ഓഫ് റൈറ്റ് കാണാൻ M minus S ഡിവൈഡഡ് ബൈ N+1. ഇവിടെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് വൺ റൈറ്റ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം റൈറ്റ് മാർക്കറ്റ് പ്രൈസ്. കം റൈറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി.
M is equal to market price. S equal to subscription or issue price for new share. പുതിയ ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് ആണ് എന്ത് എസ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓൾഡ് ഷെയർസ് റിക്വയർഡ് ടു പർച്ചേസ് വൺ റൈറ്റ് ഷെയർ. ഒരു റൈറ്റ് ഷെയർ പർച്ചേസ് ചെയ്യാൻ എത്ര ഓൾഡ് ഷെയർ വേണം അതാണ് എൻ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ എക്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ എത്ര ഓൾഡ് ഷെയർ വേണം? 10 ഷെയർ വേണം അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എൻ ഈസ് ഈക്വൽ ടു 10. നമ്മൾക്ക് ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. Illustration number 1. A company is planning to raise funds by making right issue of equity shares to finance its expansion. Company expansion-ന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ബൈ ഇഷ്യൂയിങ് റൈറ്റ് ഷെയർസ് അല്ലേ. റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി ഈസ് 50 lakh. കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ട്? 50 lakh ആണ്. 50 lakh rupees ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 rupees. Market value of share 42. The company offers to its shareholders the right to buy 2 shares at ₹11 each for every 5 shares held. 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 2 റൈറ്റ് ഷെയർസ് കിട്ടും. അതിൽ ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 11 രൂപ. അതായത് 5:2 റേഷ്യോയിലാണ് ഇവിടെ റൈറ്റ് ഇഷ്യൂ നടക്കുന്നത്. അതായത് 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 2 റൈറ്റ് ഷെയർസ് കിട്ടും. അതിൽ ഒരു ഷെയറിൻ്റെ വില 11 രൂപ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ റൈറ്റ്സ് ഇഷ്യൂ. രണ്ടാമത്തെ വാല്യൂ ഓഫ് റൈറ്റ്. തേർഡ് വൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. 3 കാര്യമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ, വാല്യൂ ഓഫ് റൈറ്റ്, പിന്നെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ഓരോ സെക്ഷനും നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കാണാം. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ അല്ലേ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 42 ആണ് അല്ലേ. 42 എന്ന് തന്നിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ. അപ്പോൾ കം റൈറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാ? 42 rupees ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നേക്കുന്നത്? ഇഷ്യൂ പ്രൈസ് ഓഫ് റൈറ്റ് ഷെയർ തന്നിട്ടുണ്ട് അല്ലേ. റൈറ്റ് ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 11 per share. ഒരു ഷെയറിനാണ് 11 രൂപ. ഇപ്പോൾ 2 ഷെയറാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ 22 രൂപ അല്ലേ. ഇനി പ്രൊപ്പോർഷൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 2 ഷെയർ. അപ്പോൾ നമ്മൾക്ക് എന്താ കാണേണ്ടത്? തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കാണണമെന്നുണ്ടെങ്കിൽ ഫോർമുല എന്തായിരുന്നു? ഇവിടെ ഫോർമുല തന്നിട്ടുണ്ട്. ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് ഹെൽഡ് ഇൻക്ലൂഡിങ് റൈറ്റ് ഷെയർസ്. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് ആദ്യം കണ്ടുപിടിക്കണം. ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം തന്നെ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ എത്രയാണ്? 5 ഷെയറിന് 2 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഓൾറെഡി ഹെൽഡ് 5 × 42. ഒരു ഷെയറിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 48 ആണ്. 5 ഷെയറിൻ്റെ ഇവിടെ അപ്പോൾ 210 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി ഹോൾഡ് ചെയ്തേക്കുന്ന ഷെയർസിൻ്റെ. ഇനി റൈറ്റ് ഷെയർസിൻ്റെ പ്രൈസ് എത്രയാണ്? 11 രൂപയാണ് ഒരു ഷെയറിനെന്ന് പറഞ്ഞാൽ. ഇവിടെ എത്രയാണ്? 2 ഷെയറുണ്ട് അല്ലേ. അപ്പോൾ 2 × 11 എത്രയാണ്? 22. അപ്പോൾ ടോട്ടൽ പ്രൈസ് എത്രയാണ്? 232. എത്ര ഷെയർസിൻ്റെയാണ് ഈ 232 എന്ന് പറയുന്നത്? 5 ഷെയർസ് പ്ലസ് റൈറ്റ് ഷെയർസ് എത്രയാണ്? 2. 5 + 2 7. അപ്പോൾ 7 ഷെയർസിൻ്റെ പ്രൈസാണ് 232. അപ്പോൾ ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ അതായത് ₹232 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് ഇൻക്ലൂഡിങ് റൈറ്റ് ഷെയർസ്. അപ്പോൾ 232 ഡിവൈഡഡ് ബൈ 7 അതായത് ₹33.14. അതാണ് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആവറേജ് പ്രൈസ് കണ്ടു, തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കണ്ടു ഇല്ലേ. രണ്ടാമത്തെ എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? വാല്യൂ ഓഫ് റൈറ്റ്. വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് അവൈലബിൾ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നടത്തിയതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് എന്ത് മോണിറ്ററി ബെനിഫിറ്റ് ആണ് കിട്ടിയത് അതിനെയാണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുക. അതിൻ്റെ ഫോർമുല 2 ഉണ്ട്. M-T. ആദ്യം M-T വെച്ച് നോക്കാം. എം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ 42 എന്ന് തന്നിട്ടുണ്ട്. ടി എത്രയാണ്? ടി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 33.14 അല്ലേ. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് തിയററ്റിക്കൽ പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ. അതായത് 42 - 33.14 അതായത് 8.86 ആണ് എന്ത്? വാല്യൂ ഓഫ് റൈറ്റ്. ഇനി രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഫോർമുലയിൽ എന്താ പറയുന്നത്? V = M - S ഹോൾ ഡിവൈഡഡ് ബൈ n+1. എം നമ്മൾക്ക് തന്നിട്ടുണ്ട് 42, എസ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അതായത് പുതിയ ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ്. അതായത് റൈറ്റ് ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 11 ആണല്ലേ. 11. എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ ഒരു ഷെയർ, ഒരു റൈറ്റ് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എത്ര ഷെയർ കൊടുക്കണം അല്ലേ. ഇവിടെ ഒരു
2 റൈറ്റ് ഷെയർ പർച്ചേസ് ചെയ്യാൻ ഇവിടെ 5 ഷെയർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 5:2 എന്നാണ് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത്. അതായത് 2 ഷെയർ റൈറ്റ് ഷെയർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ഷെയർ കൊടുക്കണം. അതായത് 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 2 ഷെയർ കിട്ടും. അപ്പോൾ ഒരു റൈറ്റ് ഷെയർ കിട്ടണമെന്നുണ്ടെങ്കിലോ 5/2. 2 ഷെയർ കിട്ടാൻ 5 ഷെയർ കൊടുക്കണം. അപ്പോൾ ഒരു ഷെയർ കിട്ടാൻ 2.5, 5ന്റെ പകുതി കൊടുക്കണം അല്ലേ. അപ്പോൾ n = 2.5. ഫോർമുല എങ്ങനെയാണ്? m - s. m എന്ന് പറയുന്നത് 42, s എന്ന് പറയുന്നത് 11 അല്ലേ. 42 - 11 ഹോൾ ഡിവൈഡഡ് ബൈ 2.5 പ്ലസ് 1. 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2.5 പ്ലസ് 1 എത്രയാണ്? 8.86. നമ്മൾക്ക് ആദ്യത്തെ ഫോർമുല വെച്ചും 8.86 കിട്ടി, രണ്ടാമത്തെ ഫോർമുല വെച്ചും 8.86 കിട്ടി. വാല്യൂ ഓഫ് റൈറ്റ് രണ്ട് ഫോർമുല വെച്ച് കണ്ടു കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെ കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഷെയർ ക്യാപിറ്റൽ അല്ലേ. എത്രയാണ് പ്രസൻറ്റ് ക്യാപിറ്റൽ പറഞ്ഞേക്കുന്നത്? ₹50 lakh ആണ് പ്രസൻറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു അല്ലേ. ഇനി റൈറ്റ് ഇഷ്യൂ നടത്താൻ പറഞ്ഞു. 50 lakh rupeesന്റെ ഷെയർസ് ഓൾറെഡി ഉണ്ട്. റൈറ്റ് ഇഷ്യൂ എങ്ങനെ? 5 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 2 ഷെയർസ്. അപ്പോൾ 50 lakh ഡിവൈഡഡ് ബൈ 5 × 2. അപ്പോൾ 20 lakh rupeesന്റെ റൈറ്റ് ഇഷ്യൂ നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻക്രീസ് കാണാൻ എങ്ങനെയാണ്? 20 lakh ഡിവൈഡഡ് ബൈ 50 lakh × 100. അതായത് 40% ആണ് ഷെയർ ക്യാപിറ്റൽ വന്നേക്കുന്ന ഇൻക്രീസ്. 20 lakh ഡിവൈഡഡ് ബൈ 50 lakh × 100. ഇതാണ് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുന്നു, തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ കണ്ടുപിടിക്കുന്നു, പിന്നെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. അടുത്ത സെഷനിൽ നമ്മൾ കം റൈറ്റ് പ്രൈസ്, എക്സ് റൈറ്റ് പ്രൈസ് നോക്കും. പിന്നെ കുറച്ച് ഇല്ലസ്ട്രേഷനും കൂടി ചെയ്യും. നിങ്ങൾ തിയറിയൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.